നിങ്ങളിൽ എത്ര പേർക്ക് വിശ്വാസമുണ്ട് നരകമെന്നത് സത്യമാണെന്ന്? വിശ്വസിക്കുന്നവർ കരമുയർത്താമോ? നരകം ഉണ്ട് എന്ന് പറയുന്നവർ കരമുയർത്താമോ? യെസ്, 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 യെസ്. നരകമെന്നത് ഉണ്ടെങ്കിൽ അത് സത്യമാകുന്നുവെങ്കിൽ എങ്ങനെയായിരിക്കും? അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുക്കളുണ്ട്, കരച്ചിലും പല്ലുകടിയും മാത്രമായിരിക്കും എന്ന് ബൈബിളിലുണ്ട്. നിങ്ങളെപ്പോഴെങ്കിലും നിങ്ങളുടെ ചൂണ്ടുവിരൽ ഒരു മെഴുകുതിരിയുടെ മേൽ വെച്ചിട്ടുണ്ടോ? അങ്ങനെ വെച്ചിട്ടില്ലെങ്കിൽ ഇന്ന് വീട്ടിൽ ചെന്നൊന്ന് ശ്രമിച്ചു നോക്കുക. ഈ ചൂണ്ടുവിരൽ നിങ്ങൾ കത്തിച്ചു വച്ച ഒരു മെഴുകുതിരിയുടെ മുകളിൽ വെറുതെ ഒന്ന് വെക്കുക. എത്ര സമയം അങ്ങനെ വെക്കാൻ കഴിയുമെന്ന് ട്രൈ ചെയ്യുക. 1 മിനിറ്റ് നിങ്ങൾക്കങ്ങനെ വെക്കാൻ കഴിയുമോ? നിങ്ങളിൽ ആർക്കെങ്കിലും ഒരു 60 സെക്കൻഡ് കത്തിച്ചു വച്ചതായ മെഴുകുതിരിയുടെ മുകളിൽ നിങ്ങളുടെ വിരൽ വയ്ക്കുവാൻ കഴിയുമോ? ഒരു ദിവസം മെഴുകുതിരി വാങ്ങിച്ച് കത്തിച്ചിട്ട് എത്ര സമയം എൻ്റെ വിരൽ വയ്ക്കാൻ കഴിയുമെന്ന് ഞാൻ പരിശോധിച്ച് നോക്കാനിടയായി. ശ്രമിച്ചപ്പോൾ 1, 2, 3 മൂന്നാമത്തെ സെക്കൻഡിൽ ഞാൻ കൈ വലിച്ചെടുക്കുവാനിടയായി. ഒരുപക്ഷെ നിങ്ങൾ എന്നേക്കാൾ നല്ല കഴിവുള്ളവരാണെങ്കിൽ നിങ്ങളൊരു 10 സെക്കൻഡ് വെച്ച് നോക്കുക, ഒന്ന് പരിശോധിച്ച് നോക്കുക. കാരണം എന്താണെന്ന് പറയാം, കേൾക്കുക. ഒരു ദുഷ്ടനായ മനുഷ്യൻ, ഒരു ദുർമാർഗി, ഒരു കള്ളൻ ജയിലിലേക്ക് പോവുകയാണെങ്കിൽ തൻ്റെ ശിക്ഷ കഴിഞ്ഞിട്ട് വെളിയിൽ വരാൻ കഴിയുമെന്നുള്ള വിശ്വാസമുണ്ട്. രോഗം ബാധിച്ചൊരു വ്യക്തി ആശുപത്രിയിലാവുകയാണെങ്കിൽ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് വെളിയിൽ വരുവാൻ കഴിയുമെന്നുള്ളതായ വലിയൊരു വിശ്വാസം ഉണ്ട്. പഠന നിമിത്തമായിട്ടോ അല്ലെങ്കിൽ ജോലിക്ക് വേണ്ടിയോ നിങ്ങളുടെ മകൻ വിദേശത്ത് ഒരു പട്ടണത്തിൽ പോയിരിക്കുന്നു എന്ന് വിചാരിക്കുക. എല്ലാ ദിവസവും നിങ്ങളോടൊപ്പമായിരുന്നു, എന്നാൽ ഈ പയ്യൻ വിദേശത്ത് പോയിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് 2 പേർക്കും ഒരു വിശ്വാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഠനം കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വരും, മാതാപിതാക്കളെ കാണും എന്നുള്ളതായ ഒരു വിശ്വാസമുണ്ട്. ജോലിക്ക് വേണ്ടി ഭാര്യയും മക്കളെയും വിട്ടിട്ട് വിദേശത്ത് പോയിരിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, അതുപോലെ ഭാര്യമാരുമുണ്ട്. അങ്ങനെയുള്ളവർക്ക് വിശ്വാസമുണ്ട്, എൻ്റെ ജോലിയുടെ സമയം കഴിഞ്ഞാൽ പിന്നെ ഞാൻ നാട്ടിൽ വരുമ്പോൾ എൻ്റെ ഭാര്യയും മക്കളോടൊപ്പം താമസിക്കുമെന്നുള്ള വിശ്വാസമുണ്ട്. അതായത് ജയിലിൽ കിടക്കുന്നൊരു വിശ്വാസമുണ്ട്, അവൻ പുറത്തിറങ്ങുമെന്ന്. ആശുപത്രിയിൽ കിടക്കുന്നൊരു വിശ്വാസമുണ്ട്, അവൻ പുറത്തു വരുമെന്ന്. വിദേശത്തായിരിക്കുന്ന വ്യക്തിക്കും വിശ്വാസമുണ്ട് നാട്ടിൽ വരാൻ കഴിയുമെന്നുള്ള കാര്യം. എന്നാൽ പ്രിയമുള്ളവരെ, നീ ഒരു പക്ഷേ കർത്താവായ യേശുക്രിസ്തു നൽകുന്നതായ ക്ഷമ സ്വീകരിക്കാതെ നീ രക്ഷിക്കപ്പെടാതെ നരകത്തിലേക്ക് പോയി എന്നിരിക്കട്ടെ. നരകത്തിന് പ്രവേശന കവാടം മാത്രമാണുള്ളത്, പുറത്തേക്ക് വരുവാനുള്ളതായ കവാടം ഇല്ല. ഒരു 3-4 സെക്കൻഡ് പോലും നിങ്ങൾക്ക് മെഴുകുതിരി നാളത്തിൻ്റെ മുകളിൽ കൈവയ്ക്കുവാനായിട്ട് ആ വേദന സഹിക്കാൻ കഴിയില്ല. എന്നാൽ നിങ്ങളുടെ ശരീരം മുഴുവനും തീവെന്ത് പൊള്ളുമ്പോൾ എത്ര നിമിഷം സഹിക്കാൻ കഴിയും? സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടോ, കുടുംബ പ്രശ്നങ്ങൾ കൊണ്ടോ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കൊണ്ടോ, കടബാധ്യതകൾ കൊണ്ടോ ഉണ്ടായതായ അപമാനത്തെ സഹിക്കവയ്യാതെ, നിന്ദയെ, ആ ദുഃഖത്തെ സഹിക്കവയ്യാതെ ചില ആളുകൾ എന്തു ചെയ്യുമെന്നറിയാമോ? പെട്രോളോ അല്ലെങ്കിൽ മണ്ണെണ്ണയോ ശരീരത്തൊഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചേക്കാം. നമ്മൾ പലപ്പോഴും വീഡിയോകളിലൊക്കെ ഈ കാര്യം കണ്ടിട്ടുള്ളതാണ്. അവർ ഒറ്റയടിക്ക് ശരീരത്തിൽ മണ്ണെണ്ണയൊഴിച്ച് തീ വെച്ചതിന് ശേഷം ആ പൊള്ളലേൽക്കുന്നത് സഹിക്കവയ്യാതെ തറയിൽ കിടന്ന് ഉരുളുന്നത് കാണാറുണ്ട്. കാരണം ആ തീ കെടുത്തുവാനായിട്ട് അവർ ശ്രമിക്കുകയാണ്. താൻ സ്വയമായിട്ടാണ് തീ വെച്ചത്, എന്നാൽ ആ വേദന, ആ പൊള്ളൽ സഹിക്കവയ്യാതെ ആ തീ കെടുത്തുവാനായിട്ട് ശ്രമിക്കും. കിടന്ന് ഉരുളും, ഒച്ചവയ്ക്കുകയും നിലവിളിക്കുകയും എല്ലാം ചെയ്യും. അയാളുടെ ശരീരം ഒരു 10 മിനിറ്റ് പൊള്ളി വെന്തതിന് ശേഷം ബോധം കെട്ട് അയാൾ മരിക്കാനിടയാകും. നോക്കുക, ഒരു 10 മിനിറ്റോളം അവൻ്റെ ശരീരത്തിൽ ആ തീ കത്തുകയാണെങ്കിൽ പൊള്ളലേറ്റ് സുബോധം നഷ്ടപ്പെട്ട് അവസാനം മരിക്കാനിടയാകും. 10 മിനിറ്റത്തെ പൊള്ളൽ വേദന. എന്നാൽ നരകത്തിലേക്ക് ചെന്നാൽ ഇത് 10 മിനിറ്റല്ല, അരമണിക്കൂറല്ല, ഒരു ദിവസമല്ല, ഒരു ആഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു വർഷമല്ല, അല്ലെങ്കിൽ 10 വർഷമല്ല, 100 വർഷങ്ങൾ അല്ല, 1000 വർഷങ്ങളല്ല, 10,000 വർഷങ്ങളല്ല. പ്രിയ സഹോദരങ്ങളെ, കേൾക്കുക, അതിന് അവസാനമില്ല. ഒരു പ്രാവശ്യം നീ നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ കഴിയില്ല. അവിടെ കിടന്നുകൊണ്ട് പൊള്ളലേൽക്കുകയല്ലാതെ, പൊള്ളലേറ്റുകൊണ്ട് അവിടെ കിടക്കുകയല്ലാതെ പുറത്തിറങ്ങാൻ കഴിയും. ഇതെല്ലാം ഞാൻ ആലോചിച്ചിട്ട്, ആ നരകത്തിൽ കിടക്കുന്ന വ്യക്തിക്ക് ആ പൊള്ളൽ സഹിക്കാൻ കഴിയുമോ? ആ വേദന സഹിക്കാൻ കഴിയുമോ എന്നറിയാൻ ഒരു മെഴുകുതിരി വാങ്ങിച്ചു വെച്ച് കത്തിച്ച് ആ പൊള്ളലിൻ്റെ വേദന മനുഷ്യന് സഹിക്കാൻ കഴിയുമോ എന്ന് അറിയേണ്ടതിന് വേണ്ടി ഞാൻ അതിൻ്റെ മുകളിൽ വിരൽ വെച്ച് നോക്കി. ആ പൊള്ളലിൻ്റെ വേദന സഹിക്കാൻ കഴിയാതെ 3-4 സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ഞാൻ കൈ വലിച്ചെടുത്തു. ആ വേദന സഹിക്കാൻ കഴിയില്ല എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ ഞാൻ എന്തു ചെയ്തെന്നറിയാമോ? നേരെ കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്ന് മുഴങ്കാൽ മടക്കി, എന്നിട്ടിങ്ങനെ ചോദിച്ചു,
കണ്ണുനീരോടുകൂടി, കർത്താവേ, യഥാർത്ഥത്തിൽ നരകം എന്നത് ഉണ്ടോ? യഥാർത്ഥത്തിൽ നരകമെന്നത് ഉണ്ടോ? കർത്താവേ, മനുഷ്യൻ ചെയ്തതായ പാപങ്ങൾ നിമിത്തം നരകമെന്നത് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം അവിടെ പ്രവേശിച്ചാൽ വെളിയിൽ വരുവാനായിട്ട് കഴിയില്ലല്ലോ. ഒരു മെഴുകുതിരി നാളത്തിൻ്റെ മുകളിൽ എൻ്റെ വിരൽ എനിക്ക് വയ്ക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. പിന്നെ എങ്ങനെ സഹിക്കാൻ കഴിയും? നരകവേദന എങ്ങനെ സഹിക്കും? ഒരു ദിവസമല്ല, 2 ദിവസമല്ല, 10 ദിവസമല്ല, 1 മാസമല്ല, 1 വർഷമല്ല, 10 വർഷമല്ല. സഹോദര സഹോദരി, കേൾക്കുക. ഒന്നും വിചാരിക്കില്ലെങ്കിൽ ഞാൻ ചോദിക്കട്ടെ. കൈ ഉയർത്തുവാനായിട്ടല്ല പറയുന്നത്, നിങ്ങളോട് തന്നെ നിങ്ങളൊന്ന് ചോദിക്കുക. ഒരുപക്ഷെ ഇന്നത്തെ രാത്രി നിങ്ങളുടെ ജീവിതത്തിലെ അവസാന രാത്രിയാണെങ്കിൽ, അവസാനത്തെ ദിവസമാകുന്നു എങ്കിൽ, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് കട്ടിലിൽ കിടക്കുന്ന സമയത്ത് ദൈവം നിങ്ങളെ തിരികെ വിളിക്കുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾക്കറിയാമോ, ദൈവം ഒരാളെ തിരികെ വിളിച്ചുവെന്നാൽ ആരാണെങ്കിലും ശരി, പോയേ മതിയാകൂ. ഈ ചെറിയ വീഡിയോ കാണുക. പോലീസ് ഓഫീസർ, ദൈവത്തിൻ്റെ വിളി വന്നു, പോകേണ്ടിയിരിക്കുന്നു. എത്ര വലിയ കായിക താരമാണെങ്കിലും ശരി, ദൈവവിളി വന്നാൽ പോയേ തീരൂ. റിപ്പോർട്ടറാണെങ്കിലും ശരി, വിളി വന്നാൽ പോയേ തീരൂ. ചോദ്യങ്ങൾ ചോദിക്കുന്ന റിപ്പോർട്ടർ ആയിക്കൊള്ളട്ടെ, വിളി വന്നാൽ പോയേ തീരൂ. ഇന്റർവ്യൂ ചെയ്യുന്നുവെങ്കിലും വിളി വന്നാൽ പോയേ തീരൂ. ആരാണെങ്കിലും ശരി. എന്നാൽ എവിടേക്കാണ് പോകുന്നത്? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? ഈ വീഡിയോ നിങ്ങൾ കണ്ടുവല്ലോ. എല്ലാവരും ചെറുപ്പക്കാർ തന്നെയാണ്. എന്നാൽ മരണത്തിന് പ്രായഭേദം ഇല്ല, ആൺപെൺ വ്യത്യാസമില്ല, ധനവാനോ ദരിദ്രനോ എന്ന വ്യത്യാസമില്ല, കുലവുമായിട്ട് വ്യത്യാസമില്ല, ദേശവുമായിട്ട് വ്യത്യാസമില്ല. ചെറുപ്പക്കാരാണോ പ്രായമുള്ളവരാണോ, വ്യത്യാസങ്ങളില്ല. മരണം വന്ന് വിളിച്ചാൽ പോയേ തീരൂ. അലക്സാണ്ടർ ചക്രവർത്തി 30-ാമത്തെ വയസ്സിൽ ലോകം മുഴുവനും ജയിക്കാനിടയായി. പിന്നീട് രോഗം വന്നു, മരണം വന്ന് വിളിക്കാനിടയായി. പോകേണ്ടതായ സമയം വന്നു. ലോകത്തിലെ പ്രശസ്തരായ ഡോക്ടർമാരെ എല്ലാം വിളിച്ചു. എനിക്ക് രോഗമായിരിക്കുന്നു, ചികിത്സിക്കുക എന്ന് പറഞ്ഞു. ചികിത്സ ചെയ്തു. അവർ കൈകൾ മലർത്തി. എന്താണ്, നിങ്ങൾക്കെന്നെ രക്ഷിക്കാൻ കഴിയില്ലേ? സാർ, ഞങ്ങളുടെ ശ്രമം ഞങ്ങൾ ചെയ്തു, എന്നാൽ രക്ഷിക്കാൻ കഴിയില്ല. മരണസമയത്ത് എന്തു പറഞ്ഞെന്നറിയാമോ? എൻ്റെ ശവപ്പെട്ടി ഈ ഡോക്ടർമാരെ കൊണ്ടുതന്നെ ചുമപ്പിക്കണമെന്ന് പറഞ്ഞു. കാരണം അറിയാമോ, ഞാൻ പോകേണ്ടതായ ദിനം വന്നപ്പോൾ, മുകളിൽ നിന്നും വിളി വന്നപ്പോൾ, ഈ ലോകത്തിലെ എത്ര ശ്രേഷ്ഠരായ ഡോക്ടറിന് പോലും എൻ്റെ ജീവനെ രക്ഷിക്കുവാനായി കഴിയുന്നില്ല. അതുപോലെ ഡോക്ടേഴ്സ് തന്നെ ഈ ലോകത്തോട് വിളിച്ചു പറയേണ്ടത് ആവശ്യമാണ്. മനുഷ്യനെ മരണം വന്ന് വിളിക്കുന്ന സമയത്ത് എത്ര ശ്രേഷ്ഠരായ, എത്ര വലിയ ഡോക്ടർമാരാണെങ്കിലും ശരി, ഒരു 10 മിനിറ്റ് പോലും അവൻ്റെ പ്രാണനെ ദീർഘിപ്പിക്കാൻ കഴിയില്ല എന്ന് ലോകം മനസ്സിലാക്കണം. അതുകൊണ്ട് ഡോക്ടർമാരെ കൊണ്ട് തന്നെ തൻ്റെ ശവപ്പെട്ടി ചുമപ്പിച്ചു. പ്രിയ സഹോദര സഹോദരി, ഏത് നിമിഷമാണ് നമ്മൾ കണ്ണടയ്ക്കുന്നത് നമുക്കറിയാൻ കഴിയില്ല. ഒരുപക്ഷേ അത് ഈ രാത്രി തന്നെ ആയിരിക്കാം. എന്നാലൊരു ഗ്യാരണ്ടിയുമില്ല. ഒരു ബൾബ് വാങ്ങിച്ചാൽ ഗ്യാരണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയും. ഒരു ചെരുപ്പ് വാങ്ങിച്ചാൽ ഗ്യാരണ്ടി ഉണ്ടോയെന്ന് ചോദിച്ചാൽ 2 വർഷം ഗ്യാരണ്ടി ഉണ്ടെന്ന് പറയും. AC വാങ്ങിയാൽ ഗ്യാരണ്ടി ഉണ്ട്. ഈ മൈക്കിന് ഗ്യാരണ്ടി നൽകും. ഈ വാച്ചിന് ഗ്യാരണ്ടി ഉണ്ട്. നീ ഉപയോഗിക്കുന്ന സകല വസ്തുക്കൾക്കും ഗ്യാരണ്ടി ഉണ്ട്. എന്നാൽ നിന്റെ ജീവന് ഗ്യാരണ്ടി ഉണ്ടോ? ഒരു നിമിഷം ചിന്തിക്കുക. 24 മണിക്കൂർ നിനക്ക് ഗ്യാരണ്ടി ഉണ്ടോ? ഇല്ല. പ്രിയ സഹോദരി സഹോദര, ഈ ദിവസം ഈ സന്ദേശത്തെ നിങ്ങൾ ഗൗരവമായിട്ടെടുക്കണം. ഒരുപക്ഷെ ഇന്ന് രാത്രി നിങ്ങൾ കണ്ണുകളടച്ചാൽ എവിടേക്ക് പോകും? നരകത്തിലേക്കാണോ സ്വർഗത്തിലേക്കാണോ? എവിടേക്കാണ്? എവിടെ പോയി നിങ്ങൾ കണ്ണുകൾ തുറക്കും? നിശ്ചയമായും ഈ ചോദ്യത്തിൻ്റെ മറുപടി നിങ്ങൾ ഇന്ന് നൽകേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ടാണ്? നരകം എന്നത് ഉള്ളതാണ്. ഈ ചോദ്യം ഞാൻ കർത്താവിനോട് ചോദിച്ചു.
കർത്താവ്, നരകത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് ഭയമുണ്ടാവുകയാണ്. ഒരു മെഴുകുതിരിയുടെ മുകളിൽ എൻ്റെ വിരലൊരു 3 നിമിഷം പോലും എനിക്ക് വയ്ക്കുവാനായിട്ട് കഴിയുന്നില്ല. അങ്ങനെയെങ്കിൽ നിന്റെ സ്നേഹത്തെ, നിന്റെ രക്ഷയൊക്കെ തള്ളിക്കളഞ്ഞിട്ട് നരകത്തിൽ വീണ് യുഗങ്ങൾ എങ്ങനെയാണ് അവിടെ ചിലവഴിക്കാൻ കഴിയുന്നത്? യഥാർത്ഥത്തിൽ നരകമുണ്ടോ എന്ന് കർത്താവിനോട് ഞാൻ ചോദിച്ചു, കർത്താവിനോട് സംസാരിച്ചു. എന്താണെന്നറിയാമോ? എൻ്റെ മകനെ, യഥാർത്ഥത്തിൽ നരകമെന്നതില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഏകജാതനായ പുത്രനെ, എൻ്റെ പ്രിയപ്പെട്ട പുത്രനായ യേശു ക്രിസ്തുവിനെ എന്തിന് ഞാൻ ലോകത്തിലേക്ക് അയച്ചു? യഥാർത്ഥത്തിൽ നരകമെന്നത് ഇല്ലായിരുന്നുവെങ്കിൽ ദുഷ്ടന്മാരും ദുർമാർഗികളുമൊക്കെ എൻ്റെ മകനെ പിടിച്ചിട്ട് ഒന്നു കുറയ 40 പ്രാവശ്യം ചാട്ടവാറടികൾ കൊടുക്കുമ്പോൾ, അതും ആ ചാട്ടവാറിൻ്റെ അറ്റത്ത് 20ഉം 30ഉമൊക്കെ കൊളുത്തുകൾ ഉണ്ട്, ഇരുമ്പ് കൊളുത്തുകൾ അതിലുണ്ട്. ഓരോരോ കൊളുത്തുകളിലും ഓരോരോ ചൂണ്ടകളുണ്ട്. ചൂണ്ടക്കൊളുത്തുകൾ അതിലിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ മുള്ളുകളുണ്ട്. ഒരു നിമിഷം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഓരോ ചാട്ടവാറിൻ്റെയും അറ്റത്ത് പല തരത്തിലുള്ളതായ കൊളുത്തുകൾ, അതിൻ്റെ അറ്റത്ത് മുള്ളുകൾ അല്ലെങ്കിൽ ആണികൾ കിടക്കുന്നു. അതുകൊണ്ട് ശരീരത്തിലേക്ക് ആഞ്ഞടിക്കുന്നതായ സമയത്ത് ഒറ്റയടിക്ക് ശരീരത്തിൽ അനേകയിടങ്ങളിൽ മാംസങ്ങൾ പറഞ്ഞു വരും. ദൈവം എന്നോട് പറഞ്ഞു, എൻ്റെ മകനെ, നരകമെന്നത് വാസ്തവമല്ലായിരുന്നുവെങ്കിൽ എൻ്റെ മകനെ ചാട്ടവാറുകൊണ്ട് അവർ ആഞ്ഞടിക്കുമ്പോൾ ഞാൻ മൗനമായിരിക്കുമോ? എൻ്റെ മകൻ 10,000ങ്ങളിൽ അതിസുന്ദരനാണ്, മനോഹര രൂപിയാണ്. എൻ്റെ മകൻ്റെ മുഖത്ത് അവർ തുപ്പിയപ്പോൾ ഞാൻ മൗനമായിരിക്കുമായിരുന്നോ? ചിന്തകളിൽ പോലും പാപം കടന്നുവരാത്ത എൻ്റെ മകൻ്റെ ശിരസിൽ മുൾക്കിരീടം വെച്ച് അത് ആഞ്ഞടിച്ച് ഇറക്കുമ്പോൾ എൻ്റെ മകൻ എങ്ങനെ അത് സഹിച്ചു? എങ്ങനെയാണത് സഹിക്കാൻ കഴിഞ്ഞത്? ഒരു പാപവും ചെയ്യാത്ത യേശുക്രിസ്തുവിൻ്റെ ശിരസിലേക്ക് മുൾക്കിരീടം വെച്ചു. സകല മാനവരാശിക്കും വേണ്ടി അവൻ്റെ തലയിൽ അതാഴ്ന്നിറങ്ങി. വേദികളിൽ കൂടി അവനെ വലിച്ചിഴച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ എന്തുകൊണ്ട് മൗനമായിരുന്നു? എന്തുകൊണ്ട് ഞാനൊന്നും ചെയ്യാതെയിരുന്നു? അവസാനം എൻ്റെ മകൻ 3 ആണികളുടെ മേൽ തൂങ്ങിക്കിടക്കുവാനിടയായി. എൻ്റെ പിതാവേ, എൻ്റെ പിതാവേ, എന്നെ കൈവിട്ടതെന്ത്? എൻ്റെ മകൻ പ്രാണവേദനയോടെ സഹിക്കാൻ കഴിയാതെ നിലവിളിച്ചപ്പോൾ എന്തുകൊണ്ട് ഞാനത് സഹിച്ചു എന്നറിയാമോ? നരകം എന്നത് സത്യമാണ്, അത് വാസ്തവമായ കാര്യമാണ്, അതിഭയങ്കരമായൊരു സ്ഥലമാണത്. പാപം ചെയ്തവരായ സകല വ്യക്തികളും, അതായത് ചെയ്തതായ പാപങ്ങൾക്കുള്ള ശിക്ഷയായി നരകത്തിൽ പോകാനിടയാകും. എന്നാൽ ഞാൻ തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. അവൻ ചെയ്തതായ പാപങ്ങൾക്ക് പകരമായി അവൻ നരകത്തിൽ പോകേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും എൻ്റെ മക്കളെ രക്ഷിക്കണമെന്ന് ആഗ്രഹിച്ചു. അതുകൊണ്ട് എൻ്റെ പുത്രനെ ലോകത്തിലേക്ക് ഞാൻ അയച്ചു. നരകമെന്നത് വാസ്തവമാകൊണ്ടാണ് സകല മനുഷ്യരും പാപത്തിൻ്റെ ഫലമായുള്ളതായ ശിക്ഷ എൻ്റെ പുത്രൻ വഹിക്കേണ്ടതിനു വേണ്ടി പാപപരിഹാരയാഗമായി ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി എൻ്റെ പുത്രൻ ക്രൂശിൽ മരിച്ചു. പാപിയായ മനുഷ്യൻ നരകത്തിലേക്ക് പോകാതിരിപ്പാൻ വിശുദ്ധനായ എൻ്റെ പുത്രൻ അവർക്ക് വേണ്ടി പ്രാണനെ കൊടുത്തു. സകല വ്യക്തികളുടെയും പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ മേൽ ചുമന്നു. നിങ്ങൾ ശിക്ഷിക്കപ്പെടേണ്ട സ്ഥാനത്ത് ശിക്ഷിക്കപ്പെടാതിരിപ്പാൻ നിങ്ങളുടെ സ്ഥാനത്ത് യേശുക്രിസ്തു ആ ശിക്ഷ വഹിച്ചു. നരകമെന്നത് വളരെ ഭയങ്കരമായതാണ്, എന്നാൽ രക്ഷ എന്നത് വളരെ എളുപ്പമുള്ളതാണ്. ആ ആട്ടിടയൻ തൻ്റെ ആടുകളുമായിട്ട് കുന്നിൻ ചരിവിൽ വന്ന ആടുകളെ മേയ്ക്കുകയായിരുന്നു. 2 കുന്നുകളുടെ മധ്യയിലായിട്ട് ഒരു വലിയൊരു പാലമുണ്ട്. ട്രെയിൻ പോകുന്ന പാലമാണത്. ആടുകളെ മേച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കാർമേഘങ്ങൾ ആകാശത്ത് ഉരുണ്ടുകൂടുന്നത് കണ്ടു. പെട്ടെന്ന് കൊടുങ്കാറ്റടിക്കുവാനായിട്ട് തുടങ്ങി. കാലാവസ്ഥ പെട്ടെന്ന് മാറിയിരിക്കുന്നു. ഇത് ശ്രദ്ധിച്ചായ ആ ഇടയ ചെറുക്കൻ വലിയ മഴ വരുന്നല്ലോ എന്ന് വിചാരിച്ച് തൻ്റെ ആടുകളെ പെട്ടെന്ന് കൂട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നാൽ ആ കൊടുങ്കാറ്റടിക്കുന്നതിനിടയിൽ വലിയൊരു ശബ്ദം കേൾക്കാനിടയായി. എന്താണ് ശബ്ദമെന്നറിയാൻ തിരിഞ്ഞു നോക്കുമ്പോൾ ആ 2 കുന്നുകളുടെയും മധ്യയിൽ കെട്ടിരിക്കുന്നതായ വലിയ പാലമിതാ ഒടിഞ്ഞുകിടക്കുന്നു. അയ്യോ, ഈ പാലം എങ്ങനെയാണ് ഒടിഞ്ഞുപോയത് എന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്തിനുള്ളിൽ ട്രെയിനിൻ്റെ ചൂളം വിളി കേൾക്കുന്നു. അവൻ പെട്ടെന്ന് ഞെട്ടലോടെ ഓർത്തു, അയ്യോ, ട്രെയിൻ കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ആ ഡ്രൈവർ ഈ പാലം ഒടിഞ്ഞത് കാണുന്നില്ല എങ്കിൽ ട്രെയിൻ അപകടത്തിൽപ്പെടുകയും ആഴങ്ങളിൽ പതിച്ച് ആയിരങ്ങൾ മരിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഇവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ആ പയ്യൻ തൻ്റെ ആടുകളെയൊക്കെ മാറ്റിവിട്ട് മുൻപോട്ട് പോയി. ആ റെയിൽവേ പാളത്തിന് മുകളിലേക്ക് ചെന്നു.
ചെന്നിട്ട് പാഞ്ഞു വരുന്ന ട്രെയിനിന്റെ നേരെ കൈകൾ ഉയർത്തിക്കൊണ്ട് വീശി നിർത്തുക നിർത്തുക എന്ന് വീശി പറഞ്ഞു. നിങ്ങൾ ദയവ് ചെയ്ത് നിർത്തണം, നിർത്തണം, ട്രെയിൻ അപകടത്തിൽപ്പെടും എന്ന് അവൻ കൈകൾ വീശി ഉറക്കെ വിളിച്ചു പറഞ്ഞു. അത് കണ്ടതായ ട്രെയിനിന്റെ ഡ്രൈവർ വിചാരിച്ചു, ഇത് സാധാരണമാണ്. കുട്ടികൾ വെറുതെ പറ്റിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ കൈവീശി കാണിക്കും. എന്നാൽ ട്രെയിൻ അടുത്ത് വരുമ്പോൾ മാറിപ്പോകും. അതുകൊണ്ട് അയാൾ ഹോറൻ അടിച്ചുകൊണ്ടേയിരുന്നു. ഡ്രൈവർ ആ ട്രെയിനിന്റെ ഹോറൻ അടിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഈ പയ്യൻ മാറാൻ വേണ്ടിയാണ് ഹോറൻ അടിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആ പയ്യൻ വിചാരിക്കുകയാണ്, ഞാൻ ഒരുപക്ഷെ ഹോറൻ കേട്ട് ആ ട്രെയിനിന്റെ പാളത്തിൽ നിന്ന് മാറിപ്പോയാൽ ട്രെയിൻ മുൻപോട്ട് നീങ്ങുകയും അപകടത്തിൽപ്പെട്ട എല്ലാവരും മരിക്കുകയും ചെയ്യും. എന്തെല്ലാം സംഭവിച്ചാലും അപകടം സംഭവിക്കാൻ പാടില്ല, ഇവരെ രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ആ പയ്യൻ ട്രെയിൻ പാളത്തിൽ നിന്നും മാറാതെ അവിടെ തന്നെ നിന്നു. നിർത്തുക നിർത്തുക എന്ന് കൈവീശി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ആ ട്രെയിനിന്റെ ഡ്രൈവർ വിചാരിച്ചു, അടുത്തു വരുമ്പോൾ ഇവൻ മാറുമെന്ന്. അതുകൊണ്ട് കുതിച്ചു വന്നുകൊണ്ടേയിരിക്കുകയാണ് ട്രെയിൻ. ഈ പയ്യൻ ട്രെയിൻ നിർത്തുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മുൻപോട്ട് നടക്കുകയാണ്. എന്നാൽ അരുതാത്ത സംഭവിച്ചു. ആ ഡ്രൈവർ ഇവൻ മാറുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് മുൻപോട്ട് ട്രെയിൻ നിർത്താതെ വന്നു ആ പയ്യനെ ഇടിക്കാനിടയായി. എന്തുകൊണ്ടാണ് ആ പയ്യൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തത് എന്ന് വിചാരിച്ച് ആ ഡ്രൈവറിന്റെ മനസ്സിൽ വലിയ ഭയമുണ്ടായി. എന്തുകൊണ്ടാണ് ഈ പയ്യൻ അങ്ങനെ ചെയ്തത്? എന്തുകൊണ്ട് നിർത്താനായി വിളിച്ചു പറഞ്ഞു? പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി. വലിയ കുതിപ്പോടുകൂടി ആ ട്രെയിൻ റെയിൽവേയുടെ ബ്രിഡ്ജിന്റെ അരികിൽ വരെ വന്നു നിന്നു. കൺമുമ്പിൽ നോക്കുമ്പോൾ ബ്രിഡ്ജ് ഒടിഞ്ഞു കിടക്കുന്നു. ആ ഭയാനകരമായ ദൃശ്യം കണ്ടപ്പോൾ ആ ഡ്രൈവറുടെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. അയ്യോ അയ്യോ, ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ കൈവീശി നിർത്തൂ നിർത്തൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ പയ്യൻ അവിടെ നിന്നത്. പെട്ടെന്ന് പാളങ്ങൾക്കിടയിൽ ഞെരിഞ്ഞമർന്ന് കിടക്കുന്നതായ ആ പയ്യനെ അന്വേഷിച്ചു പോയി. എന്തുകൊണ്ടാണ് ഈ വിജനമായ ദേശത്ത് ട്രെയിൻ നിന്നത് എന്ന് വിചാരിച്ച് എല്ലാവരും വെളിയിലിറങ്ങി നോക്കുകയാണ്. ട്രെയിനിന്റെ ചക്രങ്ങളുടെ ഇടയിൽപ്പെട്ട് നുറുങ്ങിയ ശരീരവുമായിട്ട് കിടക്കുന്ന പയ്യനെ നോക്കി ഡ്രൈവർ കരയുന്നു. എല്ലാവരും അവിടേക്ക് ഓടിവരുവാനിടയായി. അയ്യോ, എന്തുകൊണ്ടാണ് ഈ പയ്യൻ ഇങ്ങനെ ആത്മഹത്യ ചെയ്തത്? ട്രെയിൻ പാളത്തിൽ വീണ് ആത്മഹത്യ ചെയ്തത്. അത് കേട്ടപ്പോൾ ആ ഡ്രൈവർ പറഞ്ഞു, ആത്മഹത്യ ചെയ്തതല്ല, പിന്നെയോ നമ്മെ രക്ഷപ്പെടുത്തേണ്ടതിനു വേണ്ടി അവൻ പ്രാണനെ നൽകിയതാണ്. എന്താണ് സംഭവിച്ചത്? മുൻപിൽ വലിയൊരു അപകടമുണ്ടായിരുന്നു. ബ്രിഡ്ജ് ഒടിഞ്ഞു പോയിരുന്നു. ആ അപകടത്തിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും ജീവൻ പോകാതിരിക്കാനാണ് ഈ പയ്യൻ തൻ്റെ ജീവനെ കൊടുക്കാനിടയായത്. അവൻ തൻ്റെ ജീവനെ ത്യാഗം ചെയ്തതുകൊണ്ടാണ് നമുക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞത്. പ്രിയ സഹോദരീ സഹോദര, 2000 പരം വർഷങ്ങൾക്ക് മുമ്പ് യേശു ക്രിസ്തു ഇതാണ് ചെയ്തത്. ഞാനും നിങ്ങളും നരകം എന്നതായ ആ വലിയ കുഴിയിൽ വീണ് നശിച്ചു പോകാതിരിക്കാൻ നമുക്ക് വേണ്ടി അവൻ തൻ്റെ ജീവനെ തന്നെ ഏൽപ്പിച്ചു തന്നു. ഇതാണ് സുവിശേഷം, ഇതാണ് ശുഭവാർത്ത. നീ നരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല, നീ മരിക്കേണ്ടതായ കാര്യമില്ല, നീ ആ നരകത്തിൽ വീണ് യാതന അനുഭവിക്കേണ്ടതായ കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ നിന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ച ദൈവം നിനക്ക് വരേണ്ടിയിരുന്നതായ സകല ശിക്ഷയും സകല വേദനകളും സ്വയം ഏറ്റെടുക്കുവാനിടയായി. ഇവരെല്ലാവരും അവിടെ വീണ് മരിച്ചു പോകേണ്ടവരാണ്. എന്നാൽ ആ കുട്ടി തൻ്റെ ജീവനെ കൊടുത്തതുകൊണ്ട് ഇവർക്കെല്ലാവർക്കും വലിയൊരു വിടുതലും വലിയൊരു രക്ഷയും ലഭിച്ചു. അതുപോലെ തന്നെയാണ് കർത്താവായ യേശു ക്രിസ്തു നാം എല്ലാവരും മരിക്കേണ്ടിയിരുന്നതായ സമയത്ത് ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നതായ സ്ഥാനത്ത് നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് നമ്മുടെ നരകശിക്ഷ മാറിപ്പോയത്. അന്ന് ദൈവം എന്നോട് സംസാരിച്ചു, എൻ്റെ മകനെ, നിങ്ങളെല്ലാവരെയും ഞാൻ പ്രാണനെപ്പോലെ സ്നേഹിച്ചതുകൊണ്ടാണ് എൻ്റെ പുത്രനെ ഞാൻ ലോകത്തിലേക്ക് അയച്ചത്. എൻ്റെ പുത്രൻ നിങ്ങളെല്ലാവരെയും പ്രാണനെപ്പോലെ സ്നേഹിച്ചതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ പ്രാണനെ ഏൽപ്പിച്ചു തന്നു. അവൻ ക്രൂശിൽ ചെയ്തതായ ത്യാഗത്തെ നിങ്ങളൊന്ന് വിശ്വസിച്ചാൽ മതി. അവൻ ക്രൂശിൽ ചെയ്തതായ യാഗം നിങ്ങളൊന്നു കൈക്കൊണ്ടാൽ മാത്രം മതി. യേശുവേ, ഞാൻ ചെയ്തതായ പാപങ്ങൾക്ക് പരിഹാരമായി എൻ്റെ സ്ഥാനത്ത് എനിക്ക് വേണ്ടി നീ മരിച്ചുവല്ലോ. എനിക്ക് വരേണ്ടിയിരുന്നതായ ശിക്ഷയെ നീ എടുത്തുമാറ്റിയല്ലോ. ഞാൻ ചെയ്തതായ തെറ്റുകളെ ക്ഷമിക്കണമേ ദൈവമേ. ഇങ്ങനെ ചെറിയൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് പോകുവാൻ കഴിയും. ചോദിക്കട്ടെ, ഇങ്ങനെ എന്നെയും നിങ്ങളെയും രക്ഷിക്കുവാനായിട്ട് കർത്താവ് തൻ്റെ ജീവനെ തന്നെ ബലിയർപ്പിച്ചപ്പോൾ നീ ആ യാഗത്തെ കൈക്കൊള്ളാതെ അംഗീകരിക്കാതെ നരകത്തിലേക്ക് പോകുമെന്ന് പറയുകയാണെങ്കിൽ ആർക്ക് നിന്നെ രക്ഷിക്കുവാൻ കഴിയും? നരകം എങ്ങനെയായിരിക്കുമെന്ന് ഒരു നിമിഷം കാണുകയാണെങ്കിൽ നല്ലതാണ്. ഒരു നിമിഷം നോക്കുക, നരകം എങ്ങനെയുള്ളതാണെന്നും എത്രയോ ആളുകൾ നരകത്തിൽ വീഴുന്നു എന്നും അതിൽ വീഴുന്ന ആളുകളുടെ അവസ്ഥ എന്തായിത്തീരുമെന്ന് ഒരു വീഡിയോയിൽ കൂടി കാണിക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കൂ.
അടച്ചാൽ, നരകത്തിൽ വീണാൽ യുഗങ്ങളോളം അവിടെ യാതന അനുഭവിക്കേണ്ടി വരും. എന്നാൽ നരകത്തിലേക്ക് പോകാതെ രക്ഷിക്കുന്ന മാർഗമുണ്ടോ? യേശു തന്നെയാണ് വഴിയും സത്യവും ജീവനും. നീ അവനിൽ വിശ്വസിക്കുകയാണെങ്കിൽ നിനക്ക് നരകത്തിലേക്ക് പോകേണ്ടതായ കാര്യം ഇല്ല. സ്വർഗത്തിലേക്ക് പോകുക വളരെ എളുപ്പമാണ്. കർത്താവിൻ്റെ യാഗത്തെ, അവൻ നിനക്കായി ചെയ്തതിനെ നീയൊന്ന് വിശ്വസിച്ചാൽ മതി. അവൻ എനിക്ക് വേണ്ടിയാണ് ക്രൂശിക്കപ്പെട്ടത്. അവൻ്റെ രക്തം കൊണ്ട് എൻ്റെ സകല പാപങ്ങളും കഴുകുവാൻ കഴിയും. അതിനുള്ള ശക്തി അതിനുണ്ട്. ബൈബിളിൽ പറയുന്നു, തൻ്റെ ലംഘനങ്ങളെ മറച്ചുവെക്കുന്നവന് ശുഭം വരികയില്ല, എന്നാൽ അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നിന്റെ ലംഘനങ്ങളെ നീ ഒന്ന് ഏറ്റുപറഞ്ഞാൽ മതി, പാപങ്ങളൊന്ന് ഏറ്റുപറഞ്ഞാൽ മതി. കർത്താവെ, ക്ഷമിക്കണമേ, ഞാൻ ചെയ്ത പാപങ്ങൾ നിമിത്തമാണ് നീ ക്രൂശിൽ മരിക്കുവാനിടയായത്. നീ ഒഴുക്കിയ രക്തം കൊണ്ട് നിനക്കെന്നെ കഴുകാൻ കഴിയും, എന്നെ ശുദ്ധീകരിക്കാൻ, പവിത്രമാക്കാൻ കഴിയും. ഇങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നീ അനുദപിച്ചാൽ, പ്രാർത്ഥിക്കുകയാണെങ്കിൽ നിനക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും. കർത്താവെ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ ഇഷ്ടപ്രകാരമാണല്ലോ ഞാൻ ജീവിച്ചത്. ഞാൻ എൻ്റെ കണ്ണുകളെ മലിനമാക്കി, എൻ്റെ വായെ മലിനമാക്കി, എൻ്റെ കൈകളെ മലിനമാക്കിയിട്ടുണ്ട്, എൻ്റെ ശരീരത്തെ മലിനമാക്കിയിട്ടുണ്ട്. വ്യഭിചാരത്തിന്, അശുദ്ധി നിറഞ്ഞതായ ദുർനടപ്പുകൾക്ക് എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കണമേ, നിന്റെ രക്തത്താൽ കഴുകി എന്നെ ശുദ്ധീകരിക്കണമേ. നിന്റെ മകനായി, മകളായി നീ എന്നെ കൈക്കൊള്ളണമേ. ഞാൻ മരിച്ചു പോവുകയാണെങ്കിൽ സ്വർഗത്തിൽ നിന്നോടൊപ്പം ആയിരിക്കാനുള്ള ഭാഗ്യം എനിക്ക് തരണമേ. ഇങ്ങനെ പൂർണ്ണ മനസ്സോടെ എപ്പോഴെങ്കിലും നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഒരു നിമിഷം ഈ രാത്രി തന്നെ നിങ്ങൾ മരിച്ചു പോവുക എന്ന് വിചാരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുമോ ഇല്ലയോ? പൂർണ്ണ മനസ്സോടുകൂടി ദൈവത്തോട് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, നീ എന്നെ പ്രാണനെപ്പോലെ സ്നേഹിച്ചു. നിന്റെ പ്രാണനെ എനിക്ക് വേണ്ടി ക്രൂശിൽ ഏൽപ്പിച്ചു തന്നു. നീ ഒഴുക്കിയതായ രക്തത്തിൽ കൂടി ഞങ്ങളുടെ സകല പാപവും ഇപ്പോൾ തന്നെ കഴുകണമേ. എന്നെ പൂർണ്ണമായും ശുദ്ധീകരിക്കണമേ. കർത്താവേ, നീ എനിക്ക് വേണ്ടിയാണല്ലോ ക്രൂശിൽ മരിച്ചത്. എന്നോട് ക്ഷമിക്കുവാനായി, സകല പാപത്തിൽ നിന്നും വിടുവിക്കുവാനായി ഈ ലോകത്തിലേക്ക് വന്നു. ഞാൻ വിശ്വസിക്കുന്നു, പൂർണ്ണമായിട്ടും എന്നെ സമർപ്പിക്കുന്നു. നിന്നെ എൻ്റെ രക്ഷകനായി ഈ നിമിഷം തന്നെ സ്വീകരിക്കുകയാണ്. ഇന്നു മുതൽ നിന്റെ പൈതലായിട്ട് ജീവിച്ചുകൊള്ളാം. യേശുവേ, എൻ്റെ സകല പാപങ്ങളെയും ക്ഷമിക്കണമേ. എന്നോട് ക്ഷമിച്ചതോർത്ത്, എന്നോട് ദയ കാണിച്ചതോർത്ത് അങ്ങയെ സ്തുതിക്കുന്നു. എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതിയതോർത്ത് സ്തോത്രം കരയറ്റുന്നു. ഈ ദിവസം മുതൽ ഞാൻ നിന്റെ പൈതലാണ്. നിന്റെ മകനായിട്ട് തന്നെ ജീവിച്ചുകൊള്ളാം. അതിനുള്ള കൃപ നൽകണമെന്ന് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.